കുട്ടനാട്ടിലും അപ്പർ കുട്ടനാടൻ മേഖലയായ കടപ്ര, നിരണം, നെടുമറം, പെരിങ്ങര, ചിന്നിത്തല തുടങ്ങിയ സ്ഥലങ്ങളിലുമായി 10,000-ലേറെ ഏക്കറിൽ ഇത്തവണ രണ്ടാം കൃഷി ഇറക്കിയിട്ടുണ്ട്. പലയിടത്തും ജൂൺ ആദ്യ ആഴ്ചയിൽ തന്നെ വിത്തെറിഞ്ഞു. വിത്ത് ലഭിക്കുവാൻ വൈകിയത് തുടക്കത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിലും പിന്നീട് കൃഷിഭവൻ വഴി വിത്ത് ലഭിക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തി. ഉമാ വിത്താണ് രണ്ടാം കൃഷിക്കും ഉപയോഗിക്കുന്നത്. മിക്കയിടങ്ങളിലും വേനലിൽ ഓരുവെള്ളം കയറിയ പാടശേഖരങ്ങളിൽ പുളിപ്പ് പൂർണ്ണമായും ഇറങ്ങുന്നതിന് മുമ്പാണ് വിത്ത് വിതച്ചത്. ചിലയിടങ്ങളിൽ കാര്യമായി മഴ ലഭിച്ചിരുന്നതിനാൽ പ്രശ്നം പരിഹരിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും മഴ ശക്തമായി ലഭിക്കാത്ത പ്രദേശങ്ങളിൽ കർഷകർ ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. പൊതുവെ രണ്ടാം കൃഷിയില്ലാത്ത നിരവധി പാടശേഖരങ്ങളിൽ ഇപ്രാവശ്യം കൃഷി ഇറക്കിയിട്ടുണ്ട്. രണ്ടാം കൃഷിക്ക് നേരത്തെ ചാലുകളുടെ അഭാവമുണ്ടായിരുന്നു. ഇതുകൂടാതെ ഇൻഷുറൻസ് പരിരക്ഷ രണ്ടാം കൃഷിക്ക് നൽകുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ വിത്ത്, വളം അതുപോലെയുള്ള ഗവൺമെൻറ് ആനുകൂല്യങ്ങളില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ഉറപ്പ് വന്നിട്ടുണ്ട്. അവർ വിത്ത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിത്ത് ഫ്രീ ആയിട്ട് കിട്ടി. ആ വിത്താണ് ഞങ്ങളിപ്പോൾ വിതച്ചിരിക്കുന്നത്. ഒരു ഹെക്ടറിന് 10,000 രൂപയുടെ ധനസഹായവും കൃഷി വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുമ്പ് വരൾച്ചയും കാലം തെറ്റിപ്പെയ്ത മഴയും പുഞ്ചകൃഷിക്ക് തിരിച്ചടിയായിരുന്നു. കൂടാതെ നെല്ല് സംഭരിച്ച ഇനത്തിൽ ഭൂരിഭാഗം കർഷകർക്കും പണം ലഭിച്ചിട്ടില്ല. 30 കോടി രൂപയിലധികം കർഷകർക്ക് കിട്ടാനുണ്ട്. അതിനാൽ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടാണ് കർഷകർ രണ്ടാം കൃഷിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുണ്ട് ഞങ്ങൾക്കറിയാം. കാരണം മഴ, വെള്ളപ്പൊക്കം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ആ ഇച്ഛാശക്തിയോടുകൂടി ഈ രണ്ടാം കൃഷിയെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാലാവസ്ഥ അനുകൂല ഘടകമാകുന്നതിനൊപ്പം കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെങ്കിൽ രണ്ടാം കൃഷി ഇറക്കിയ കർഷകരുടെ അവസ്ഥ പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് തന്നെ സർക്കാർ ഭാഗത്തു നിന്നുള്ള പിന്തുണയാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.